ആഗ്രഹിക്കാതെ തന്നെ മനുഷ്യനിലേക്ക് കടന്നു വരുന്ന ഒന്നാണ് ദുഃഖം. അതിനെ അവൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദുഃഖത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ അവൻ ഒരു വിഫല ശ്രമം നടത്തുന്നു. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ജീവിത വിജയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ദുഃഖത്തിൻ്റെ പാതയിലൂടെയും സഞ്ചരിക്കേണ്ടതായി വരും. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാസുരവും സുന്ദരവുമാണെങ്കിൽ ജീവിതത്തിൻ്റെ തിളക്കം തന്നെ നഷ്ടപ്പെടും. ദുഃഖത്തിൽ ശുദ്ധി ചെയ്തെടുക്കുന്ന പൊന്നായിരിക്കണം നമ്മുടെ ജീവിതം. അതിനേ തിളക്കമുണ്ടാകൂ. ജീവിതം ദുഃഖമയമാകുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ ശ്രേഷ്ഠത. അത്തരം അവസരങ്ങളിൽ സമനില കൈവിടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന ആത്മസംതൃപ്തിയും സന്തോഷവും വർണ്ണിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ദുഃഖമുണ്ടാകുമ്പോഴേ സന്തോഷത്തിൻ്റെ വില നമുക്ക് അറിയാൻ കഴിയൂ. നമുക്കുണ്ടാകുന്ന ഓരോ ദുഃഖത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സമചിത്തതയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം കൈവരിക്കാമെന്ന കാര്യത്തിൽ തർക്കമില്ല. ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖസംഭവം. ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖസംഭവം.